അപമാനം സഹിക്കാത്തവനെന്നും നല്ല വാർത്തകൾ കൊണ്ടുവരുന്നവനെന്നും അർത്ഥമുള്ള ദുർമർശനൻ എന്ന പേരുകാരനായ ഒരു കൗരവ രാജകുമാരനുണ്ടായിരുന്നു. സൂചിമുഖ വ്യൂഹം ചമച്ച കൗരവസേനയ്ക്ക് ഈ സൂചിമുഖ വ്യൂഹത്തിന്റെ തുടക്കത്തിൽ നിന്ന ഒരു പോരാളി കൂടിയാണ് ഈ ദുർമർശനൻ. ജയദ്രഥനെ കൊല്ലുവാനായി അർജുനൻ എത്തിയപ്പോൾ അർജുനനെ നേരിടുന്നതിന് വേണ്ടിയാണ് 1000 തേരുകളും 100 ആനകളും 3000 കുതിരകളും 10000 കാലാൾപ്പടകളും ഒക്കെ ഉൾപ്പെടുത്തിയ ഈ സൂചിമുഖ വ്യൂഹം ചമച്ചത്. ഇതിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് അർജുനനോട് പോരാടുകയും അർജുനനെ തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ കൗരവ രാജകുമാരനായ ദുർമർശനൻ. കൃഷ്ണന്റെ കൗശലം കൊണ്ട് ഒടുവിൽ അർജുനന് ജയദ്രഥനെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത്തരം ഒരു കൗശലം കൃഷ്ണൻ പ്രയോഗിച്ചില്ലായിരുന്നു എങ്കിൽ ഈ സൂചിമുഖത്തിന്റെ മുൻനിരയിൽ നിന്ന് പോരാടിയ ദുർമർശനൻ അടക്കമുള്ള കൗരവ രാജകുമാരന്മാരുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അർജുനൻ പരാജിതനായി പോകുമായിരുന്നു എന്നുള്ളതാണ് സത്യം. സ്വന്തം പുത്രനായ അഭിമന്യുവിന്റെ കൊലയ്ക്ക് പകരം വീട്ടുവാനായി പാഞ്ഞെത്തിയ അർജുനനെ തടഞ്ഞു നിർത്തിയ രാജകുമാരൻ, കൗരവ രാജകുമാരൻ എന്നുള്ള നിലയിൽ ദുർമർശനനെ ആ മഹാഭാരതം ചർച്ച ചെയ്യേണ്ടതാണ്. കൗരവരിൽപ്പെട്ട രാജകുമാരന്മാരിൽ ഭൂരിഭാഗം പേരെയും നിഴലിൽ നിർത്തിയാണ് മഹാഭാരത ഇതിഹാസ കഥകൾ പലരും പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. 2 വശങ്ങളും ഉള്ളപ്പോൾ കൗരവരുടെ ഭാഗത്തു നിന്ന് ധീരമായി പോരാടിയ ഏത് തരത്തിലുള്ള പോരാട്ടങ്ങളും ഏറ്റെടുക്കാൻ ശേഷിയുണ്ടായിരുന്ന കൗരവ രാജകുമാരന്മാരെ എല്ലാവരെയും മുൻനിരയിൽ കൊണ്ടുവന്ന് നിർത്തി അവരുടെ ധീരമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം കൂടി ചർച്ച ചെയ്ത് പോകുമ്പോഴാണ് ഇതിഹാസം മനോഹരമായൊരു ആഖ്യാനമായി മാറുന്നത്.